ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മോളിവുഡിന്റെ വലിയ വിജയമായ റോം കോം എന്റർടൈനർ സിനിമയാണല്ലോ പ്രേമലു. ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായപ്പോൾ ഒരുപാട് മാസങ്ങൾ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രേമലു എന്ന സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാനില്ല. ഇപ്പോഴത്തെ താൽക്കാലികമായിട്ട് സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കാരണം സിനിമയുടെ ഹിന്ദി റീമേക്ക് വരുന്നു. പവന സ്റ്റുഡിയോസ് കൂടി നിർമ്മാണ പങ്കാളിയിൽ ഭാഗമായ സിനിമയാണ് ഉടനെ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുന്ന പ്രേമലുവിന്റെ ഹിന്ദി റീമേക്ക്. ഒരു ടീസർ റിലീസ് ആയിട്ടുണ്ട്. ഇതാണോ പ്രേമലു എന്ന് തോന്നിപ്പോകും. എന്തായാലും കാത്തിരിക്കാം ജിയോ ഹോട്ട്സ്റ്റാറിൽ തിരികെ പ്രേമലു എത്തുന്ന വാർത്ത അറിയാനായിട്ട്. ഫൗസി ഈ വരുന്ന ഡിസംബർ 3-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രഭാസിന്റെ സിനിമയാണല്ലോ. ചിത്രത്തിന്റെ പുതിയൊരു സ്പെഷ്യൽ പോസ്റ്റർ റിലീസ് ആയിരിക്കുകയാണ്. ഇന്നൊരു മലയാളം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. മെൽക്കോ പോണ്ടിച്ചേരി എന്നാണ് സിനിമയുടെ പേര്. സംവിധായകൻ അരുൺ ഗോപി നിർമ്മാണ പങ്കാളിയിൽ ഭാഗമാകുന്ന ചിത്രത്തിൽ അർജുൻ അശോകൻ നായകനായിട്ട് എത്തുന്നു. മറ്റൊരു മലയാളം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. ഉല്ലാസ് ചെമ്പന്റെ സംവിധാനത്തിൽ ചെമ്പൻ വിനോദ് നിർമ്മിച്ചു വരാനിരിക്കുന്ന അഞ്ചക്കള്ള കൊക്കന് ശേഷമുള്ള സിനിമയാണ് ഡിസ്കോ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ആയിരിക്കുന്നു. ദേവ് മോഹൻ, അർജുൻ അശോകൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ആന്റണി വർഗീസ് പെപ്പെ, ചെമ്പൻ വിനോദ്, ലുക്മാൻ തുടങ്ങിയവരോടൊപ്പം ഫെമിന ജോർജ് നായിക വേഷത്തെ അവതരിപ്പിക്കുന്നു. ഈ വർഷം നവംബർ 6-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഫസ്റ്റ് ലുക്കിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. കാത്തിരിക്കാം സിനിമയ്ക്കായിട്ട്. അടുത്തത് ജിതിൻ കെ ജോസിന്റെ സംവിധാനത്തിൽ കളങ്കാവലിന് ശേഷം വരാനിരിക്കുന്ന ജയസൂര്യയുടെ മായ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ ഒരു വിദേശ രാജ്യത്തെ ഷൂട്ട് ആഴ്ചകൾക്ക് മുന്നേ ആരംഭിക്കപ്പെട്ടിരുന്നല്ലോ. ആ ഷെഡ്യൂൾ പൂർത്തീകരിക്കുകയാണ്. ഇന്നലെ സിനിമയുടെ കേരളത്തിലെ ഷൂട്ടിങ്ങിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മലയാള സിനിമയുടെ അടുത്ത ബിഗ് ബഡ്ജറ്റ് ഫാന്റസി സിനിമ കൂടിയാണ് മായൻ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന മമ്മൂട്ടി സിനിമയ്ക്ക് ശേഷം അടുത്തതായിട്ട് മമ്മൂട്ടി നായകനായി എത്തുന്ന ഷൂട്ടിംഗ് ആരംഭിക്കുന്ന സിനിമ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന മട്ടാഞ്ചേരി മാഫിയ എന്നായിരുന്നല്ലോ നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചത്. ഈ വർഷം അവസാനം ഷൂട്ടിംഗ് നടക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട്സ് ഉണ്ടായത്. എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം ആരംഭിക്കില്ല. അടുത്ത വർഷം മാത്രമേ ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ട് സാധ്യതയുള്ളൂ എന്നൊരു റിപ്പോർട്ടാണ് വരുന്നത്. ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി നായകനായി എത്തുന്ന സിനിമയ്ക്ക് ശേഷം അടുത്തതായിട്ട് മമ്മൂട്ടി അഭിനയിക്കുക ഗിരീഷ് ഷെഡിയുടെ അസോസിയേറ്റ് സംവിധാനം ചെയ്യുന്ന ഷിബിൻ മുരുകേഷ് സംവിധാനം ചെയ്യുന്ന സിനിമയിലായിരിക്കുമെന്നൊരു റിപ്പോർട്ട് വരുന്നു. ആ സിനിമയുടെ ഷൂട്ട് ഈ വർഷം തന്നെ ആരംഭിക്കും. ദൃശ്യം 3 മലയാള സിനിമയുടെ ഈ വർഷത്തെ റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ. ലാലേട്ടന്റെ വൻ വിജയമായ ഫ്രാഞ്ചൈസി സിനിമയാണല്ലോ ദൃശ്യം. ഇപ്പോഴത്തെ ജിതു ജോസഫിന്റെ സംവിധാനത്തിൽ ദൃശ്യം 4 കൂടി വരാനായിട്ടിരിക്കുന്നു എന്നൊരു സൂചനയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഴവിൽ മനോരമയുടെ എന്റർടൈൻമെന്റ്സ് അവാർഡ് പ്രോഗ്രാം നടന്നിരുന്നല്ലോ. ആ പ്രോഗ്രാം വേദിയിൽ ആന്റണി പെരുമ്പാവൂർ ദൃശ്യം 4 ഉണ്ടാകുമെന്നൊരു സൂചന നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.